സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുകയാണ് നിലമ്പൂരിൽ. പ്രഖ്യാപനത്തിന് ശേഷം മണ്ഡലത്തിലെത്തിയ എം സ്വരാജിന് CPM പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയത്. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട ശേഷം സ്വന്തം നാടുകൂടിയായ നിലമ്പൂരിലേക്കുള്ള എം സ്വരാജിന്റെ വരവ്. ഊഷ്മളമായ സ്വീകരണമൊരുക്കി രാജകീയ വരവേൽപ്പ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സ്വരാജിനെ പ്രവർത്തകർ നെഞ്ചേറ്റി. PB അംഗം A വിജയരാഘവൻ അടക്കമുള്ള നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. തിങ്ങി നിറഞ്ഞ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെയാണ് സ്വരാജ് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്കെത്തിയത്. തുടർന്ന് തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത CPM ഓഫീസിലേക്ക്. എന്നെ ഏറ്റവും കൂടുതൽ ആവേശഭരിതനാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാവുന്ന ധാരാളം ആളുകൾ പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് അവരുടെ എല്ലാം പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കും കൂടിയുള്ള പിന്തുണയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുവാൻ തിരുവനന്തപുരത്ത് പോയ സ്വരാജ് പുതിയ നിയോഗവുമായാണ് നിലമ്പൂരിലെത്തിയത്. സ്വരാജ് വന്നതോടെ ഇടത് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. ഇതിനിടയിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനാൽ പ്രചാരണത്തിൽ ഒരുപടി മുന്നിലെന്ന വിലയിരുത്തലിലാണ് UDF. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.